എല്ലാ കൂട്ടുകാർക്കും സ്ക്വയർ ഫേസിന്റെ പാചകപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പാചകപ്പുരയിൽ പാചകം ചെയ്യാൻ പോകുന്നത് പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ട് ചാറ് കിടക്ക ചെയ്ത് പറ്റിച്ച മീൻകറിയാണ്, മത്തിക്കറി. അതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുടംപുളി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടതിനാണ് ഉള്ളി വേണം, പിന്നെ തേങ്ങാപ്പീര. അത് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ തേങ്ങാപ്പീരയും പിന്നെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം മിക്സിയിൽ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ തേങ്ങാപ്പീര ഇഞ്ചി ഉള്ളിയൊക്കെ ഇടുന്ന സമയത്ത് പച്ചമുളക് ഇടരുത്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് പിന്നെയേ പച്ചമുളക് ഇടാവുള്ളൂ. കാരണം പച്ചമുളക് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ലാസ്റ്റ് അവസാനം ഇട്ടാൽ മതിയാവും ഈ പച്ചമുളക്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നമ്മൾ ചട്ടി എടുത്തിട്ട് നമ്മൾ നാടൻ ചട്ടി, അതാണ് എപ്പോഴും നമുക്ക് മീൻകറി വെക്കാനായിട്ട് നല്ലത്. നാടൻ ചട്ടി, മൺചട്ടിയിൽ നമ്മൾ ഈ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, തേങ്ങാപ്പീര, ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിക്കും. കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ പുളിവെള്ളം നമ്മൾ ഒഴിക്കും. പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം, പുളിയും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മീൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ അരപ്പൊന്ന് തിളയ്ക്കണം. ഇതിലേക്ക് നമ്മളിതാ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ. ഇത് മത്തിയുടെ വേറൊരു വെറൈറ്റിയാണ്. നല്ല നാടൻ മത്തിയല്ല, മത്തിയുടെ തന്നെ വേറൊരു ടൈപ്പ് മത്തി, പട്ടമത്തി എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ഇന്നിവിടെ പറ്റിക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അരപ്പ് തിളച്ചിട്ടാണ് ഈ പിന്നെ മത്തി ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും അത് ഒന്ന് ശരിയായി കിട്ടാനായിട്ട്. കുടംപുള്ളിയൊക്കെ ഇട്ട് ഇത് വെച്ച് ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. വേറൊരു കറിയുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു കറി മാത്രം വെക്കാൻ അരച്ചൊന്നും എടുക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ച് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചാറ് കിടക്ക ചെയ്ത് പറ്റിക്കുക എന്ന് പറയുന്നത്. ചാറ് കിടക്ക ചെയ്ത് പറ്റിക്കുക നന്നായിട്ട് പറ്റത്തില്ല, അതിനകത്ത് കുറച്ച് ചാറ് കാണും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല, പച്ചമുളകാണ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണത്. കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തേങ്ങാപ്പീരി, ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കണം. ആവശ്യമാണെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്പം കൂടെ നമ്മൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും, നല്ല മണം. അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പില, അപ്പോൾ ഏത് കറിയുടെ കൂടെ ആണെങ്കിലും അവസാനം കുറച്ച് കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് നല്ലതാണ്. പക്ഷെ ചാറ് കിടക്ക ചെയ്ത് പറ്റിച്ചാലും നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറുണ്ണാം ഈ കറി കൂട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് ചാറ് കിടക്ക ചെയ്ത് പറ്റിച്ച മീൻകറി, മത്തി വറ്റിച്ചത്. കണ്ടോ? നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള പാചകങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സ്ക്വയർ ഫേസ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.